വന്ദന ദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപ് നൽകിയ വിടുതൽ ഹർജി ഹൈക്കോടതി തള്ളി. കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം നേരത്തെ വിചാരണ കോടതി നിരസിച്ചിരുന്നു. ഇതിനെതിരെയായിരുന്നു ഹൈക്കോടതിയിലെ അപ്പീൽ. വിവരങ്ങളുമായി ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്ന സിയാദ് ചേരുന്നു. ഷപ്ന, ഈ വിടുതൽ ഹർജിയിൽ ഇയാൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരുന്നത്? എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞ് കോടതി അവ തള്ളി? ലക്ഷ്മി, ഈ പ്രതി സന്ദീപ് നേരത്തെ തന്നെ സെഷൻസ് കോടതിയിൽ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. തന്നെ ഈ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണം, താൻ കൊലപാതക കുറ്റം ചെയ്തിട്ടില്ല എന്ന വാദമായിരുന്നു പ്രതി സന്ദീപ് ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കൊലപാതക കുറ്റം ചുമത്തിയിരുന്നു. ഡോക്ടർ വന്ദനയെ കുത്തിക്കൊലപ്പെടുത്തി എന്ന കുറ്റമാണ് ചുമത്തിയിരുന്നത്. അത് നിലനിൽക്കില്ല എന്നൊരു വാദമായിരുന്നു സന്ദീപ് ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി ഈ ഹർജി തള്ളിയിരിക്കുന്നു. വിചാരണ കോടതി ഈ ആവശ്യം തള്ളിയതിനെതിരെയാണ് സന്ദീപ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ ഹൈക്കോടതിയും ഇത്തരത്തിലുള്ള ഒരു ആവശ്യം നിരസിച്ചിരിക്കുകയാണ്. നേരത്തെ ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ച വേളയിൽ ഇതിന്റെ വിചാരണ നടപടികൾ നിർത്തിവെക്കാൻ അല്ലെങ്കിൽ സ്റ്റേ അനുവദിച്ചിരുന്നു. ഇപ്പോൾ ഈ ഹർജി തള്ളിയതോടെ സ്റ്റേക്കുള്ള വിലക്ക് നീങ്ങിയിട്ടുണ്ട്. ഏതായാലും ഈ കേസുമായി മുന്നോട്ട് പോകാൻ പ്രോസിക്യൂഷൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കാരണം പ്രതി ഉന്നയിച്ചതുപോലെ ഈ കേസിൽ താൻ ബോധപൂർവം കൊലപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ കൊലപാതക കുറ്റം ചുമത്തിയത് റദ്ദാക്കണം എന്നൊരാവശ്യവും അതുപോലെ തന്നെ വെറുതെ വിടണം എന്ന ആവശ്യവുമായിരുന്നു ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇത് രണ്ടും കോടതി ഇപ്പോൾ നിരസിച്ചിരിക്കുകയാണ്. ഈ പ്രതിയെ ഇത്തരത്തിൽ ആശുപത്രിയിൽ ഹാജരാക്കുമ്പോൾ കൊലപ്പെടുത്തി എന്നതായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. ഈ ഡോക്ടറെ കുത്തിക്കൊലപ്പെടുത്തി എന്നതായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. അത് നിലനിൽക്കും എന്ന് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ പറയുന്നത്. ഷപ്ന സിയാദാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ.